പാഠം 283. അറിയാത്ത പിള്ള. മോഹനേട്ടാ, ഈ ശനിയാഴ്ച മോഹനേട്ടൻ എന്താ പരിപാടി? അത് വെള്ളിയാഴ്ചയെ പറയാൻ പറ്റൂ. അതല്ല ചോദിച്ചത്. ഈ ശനിയാഴ്ച രണ്ടാം ശനിയാഴ്ച ആയതുകൊണ്ട് മോഹനേട്ടൻ അവധിയാണ്. അന്ന് വേറെ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. വേറെ പരിപാടികൾ ഉണ്ടെങ്കിൽ സാധനങ്ങൾ വാങ്ങണ്ടാന്ന് എന്നല്ല അർത്ഥം. മോഹനേട്ടൻ ശനിയാഴ്ച എന്റെ കൂടെ വന്നാ അന്ന് വാങ്ങാനുള്ളതെല്ലാം വാങ്ങാം. മോഹനേട്ടന് തിരക്കാണെങ്കിൽ ഇന്നോ നാളെയോ ഞാൻ വാങ്ങാനുള്ളതെല്ലാം പോയി വാങ്ങിക്കോളാം എന്നാണ് ഉദ്ദേശിച്ചത്. നിന്നെ ഒറ്റയ്ക്ക് സാധനങ്ങൾ വാങ്ങാൻ വിട്ടാൽ നീ തിരിച്ചു വരുന്നത് ലോറിയിലായിരിക്കും. ഏത് കടയിൽ കയറിയാലും അവിടെ കാണുന്ന സാധനങ്ങൾ മുഴുവൻ വാങ്ങുക എന്നുള്ളതാണ് നിന്റെ പരിപാടി. നീ ഒറ്റയ്ക്ക് പോകണം. മോഹനേട്ടന്റെ കൂടെ പോയാലും പ്രശ്നമാണ്. ഒരു കടയിൽ നിന്നും ഒന്നും വാങ്ങാൻ സമ്മതിക്കില്ല. ഒന്നെങ്കിൽ നിലവാരം കുറഞ്ഞ സാധനമാണെന്ന് പറയും, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സാധനമാണെന്ന് പറയും. ഇനിയിപ്പോ ആ സാധനം വാങ്ങിയേ പറ്റൂന്ന് ബോധ്യപ്പെട്ടാൽ ആ നിമിഷം തുടങ്ങും വില പേശാൻ. മീൻ ചന്തയിൽ പോയി മീനിന് വില പേശുന്നത് പോലെ 1000 രൂപയുടെ സാധനത്തിന് 2 രൂപ കുറയ്ക്കോ 50 പൈസ കുറയ്ക്കോ എന്നായിരിക്കും ചോദ്യം. കൂടെ വരുന്ന ആളുടെ മാനം പോവും. അതുകൊണ്ട് മോഹനേട്ടൻ ഇല്ലാതെ പോകുന്നതാണ് എനിക്കിഷ്ടം. അത് നടക്കില്ല. നീ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ ഒരു ദിവസം ലീവ് എടുത്തിട്ടായാലും നിന്റെ കൂടെ വരുന്നതാണ് ലാഭം. ലീവ് എടുത്താൽ ഒരു ദിവസത്തെ ശമ്പളേ പോകും. നിന്നെ ഒറ്റയ്ക്ക് സാധനങ്ങൾ വാങ്ങാൻ വിട്ടാൽ 1 വർഷത്തെ ശമ്പളം പോകും. അതുപോലെ നിനക്കിപ്പോ അത്യാവശ്യമായിട്ട് വാങ്ങേണ്ട സാധനങ്ങൾ ഏതൊക്കെയാ? ഒരു വലിയ ഉലക്ക. ഉലക്ക ഇവിടെ ഉണ്ടല്ലോ. മിനിയാതെ പതട്ട് കണ്ട വാർത്ത ഓർമ്മയുണ്ടോ? ഭർത്താവിനെ കൊണ്ടുള്ള ശല്യം സഹിക്കവയ്യാതെ ഭാര്യ ഭർത്താവിനെ ഒലക്കി കടിച്ചു കൊന്നു. ആ ഒലക്ക വലിയ ഒലക്കായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ഒലക്ക അത്ര പോരാ. മോഹനേഷ് സാറേ, സാറേ. ഉത്തമനെന്താ മീൻകാരനെ പോലെ വിളിക്കുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. എന്താണ് ഉത്തമ രാവിലെ? ആ ഹോം അപ്ലയൻസസ് നടത്തുന്ന സുലൈമാൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. സുലൈമാൻ ഒരു വസ്തുവിന്റെ പോക്കോരോന് അപേക്ഷിച്ചിട്ട് 1 മാസം കഴിഞ്ഞിട്ട് ഒന്നും ആയില്ല എന്ന് പറഞ്ഞ് മോഹനേഷ സാറുമായിട്ടൊന്ന് സംസാരിക്കാമോന്ന് എന്നോട് ചോദിച്ചു. ഉത്തമൻ സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. ആ അപേക്ഷ കിട്ടിയതിന്റെ പിറ്റേ ദിവസം മുതൽ ഞാൻ പറയുകയാണ് സുലൈമാൻ നേരിട്ട് വന്ന് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണമെന്ന്. പക്ഷെ ഇന്നുവരെ സുലൈമാൻ വില്ലേജ് ഓഫീസിന്റെ ഭാഗത്ത് വന്നിട്ടില്ല. അല്ല സാറേ, ഈ സുലൈമാന് ഭയങ്കര തിരക്കാണ്. സാറിനറിയാലോ, വീട്ടു സാധനങ്ങൾ ഇത്രയും വിലക്കുറവിൽ കൊടുക്കുന്ന മറ്റൊരു സ്ഥാപനം നമ്മുടെ നാട്ടിലില്ലെന്ന്. രാവിലെ 9 മണിക്ക് കട തുറക്കുന്നത് മുതൽ അവിടെ ഭയങ്കര ക്യൂ ആണ്. വൈകിട്ട് 8 മണിയാവും അടയ്ക്കാൻ. അങ്ങനെ നല്ല കച്ചവടം നടക്കുന്ന സമയത്ത് ഈ സുലൈമാൻ എങ്ങനെയാണ് സാറേ കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് സാറിന്റെ വില്ലേജ് ഓഫീസിലോട്ട് വരുന്നത്? ഉത്തമൻ പറയുന്നത് കേട്ടാൽ വസ്തു പോക്കുവരവ് ചെയ്യുന്നത് എന്റെ ആവശ്യമാണെന്ന്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, സുലൈമാന്റെ കടയിൽ സുലൈമാൻ ഇരിക്കട്ടെ. ഞാൻ അങ്ങോട്ട് ചെന്ന് സുലൈമാനോട് ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചോളാം. അയ്യോ, അങ്ങനെയല്ല സാറേ ഞാൻ പറഞ്ഞത്. ഈ സുലൈമാന്റെ കടയിൽ ഒരു പുതിയ തരത്തിലുള്ള പ്രഷർ കുക്കർ വന്നിട്ടുണ്ട്. വില വളരെ കുറവാ. പഴയ കുക്കർ കൊണ്ടുകൊടുത്താൽ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ആ കുക്കർ വന്നു എന്നുള്ള വിവരം അറിഞ്ഞുകൊണ്ട് നാട്ടിലെ സകല പെണ്ണുങ്ങളും പഴയ കുക്കർ മാറ്റി പുതിയ കുക്കർ വാങ്ങാനുള്ള തയ്യാറെടുപ്പില്ല. ഈ ആഴ്ച കൊണ്ട് ആ തിരക്ക് തീരുമെന്നാണ് സുലൈമാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് സൗകര്യം പോലെ സാറിനെ വന്ന് കണ്ടോളാന്ന് പറഞ്ഞു. മതി. പക്ഷേ സുലൈമാൻ എന്നെ വന്ന് കാണാതെ ആ അപേക്ഷ താലൂക്ക് ഓഫീസിലേക്ക് അയക്കുന്ന പ്രശ്നമില്ല. ചുരുക്കത്തിൽ പോക്കുവരവ് പിന്നെയും വൈകും. അയ്യോ, അങ്ങനെ പറയില്ല സാറേ. ഈ താലൂക്ക് ഓഫീസിൽ അയക്കാനുള്ള കടലാസ് സാർ അയച്ചോ? ഈ സുലൈമാൻ സാറിനെ നേരിട്ട് വന്നും കണ്ടോളൂ. നടക്കലുത്തം. സ്വന്തം പേരിൽ പണം കൊടുത്തു വാങ്ങിയ വസ്തു പോക്കുവരവ് ചെയ്യിക്കാനായി വില്ലേജ് ഓഫീസ് വരെ വരാൻ പോലും സമയമില്ലാതെ കുക്കറും വിറ്റ് നടക്കുന്ന സുലൈമാന്റെ കുക്കർ കച്ചവടം ആദ്യം നടക്കട്ടെ. അത് കഴിഞ്ഞ് മതി പോക്കുവരവ്. സാറേ പിന്നെ ഉത്തമ, സുലൈമാന്റെ കടയിൽ നല്ല ഒലക്ക് കിട്ടും. ഒലക്ക എന്തിന്? വിശകമ്പ തിന്നാൻ. അതാണ് വക്കീലെ ഒലക്കയുടെ പ്രശ്നം. ഒന്നും പറയണ്ട ഉത്തമ. വീട്ടിലേക്ക് 1-2 സാധനങ്ങൾ വാങ്ങണമെന്ന് പറയുമ്പോ വില്ലേജ് ഓഫീസറുടെ വക 10 പോലത്തെ ഉടക്ക്. കാശ് മുടക്കി എന്തെങ്കിലും വാങ്ങുന്ന കാര്യം ഓർക്കുമ്പോ വില്ലേജ് ഓഫീസറുടെ ചങ്ക് കാണൂലോ. അതെ, വക്കീലിന് എന്താ വാങ്ങേണ്ടത്?
ഒരു പ്രഷർ കുക്കർ ഉള്ളതിന്റെ കാലം കഴിഞ്ഞു. ഇപ്പൊ അതിൽ വേവിക്കുന്നതിലും നല്ലത് സാധാരണ കലത്തിൽ വേവിക്കുന്നതാ. ഗ്യാസ് അത്രയും നഷ്ടം അറിയൂ. പക്ഷെ പുതിയ കുക്കർ വാങ്ങുന്ന കാര്യം പറയുമ്പോ സാറിന്റെ കണ്ണ് നിറയൂലോ. എന്റെ വക്കീലെ, വക്കീൽ ഇച്ഛിച്ചതും കുക്കർ സുലൈമാൻ കൽപ്പിച്ചതും ഒന്നെന്ന് പറയുന്ന ഇതാണ്. നമ്മുടെ സുലൈമാന്റെ കടയിലെ പുതിയ ബ്രാൻഡ് കുക്കർ വന്നിട്ടുണ്ട്. പുതിയ സാധനമായോണ്ട് കംപ്ലീറ്റ് ഡിസ്കൗണ്ട് സെയിലാണ്. പഴയ കുക്കർ കൊണ്ട് ചെന്നാ മതി, പുതിയൊരു കുക്കർ ദാ കയ്യിലും ഇരിക്കും. പിന്നല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് എന്നെ പോണം. ഒരാഴ്ചയായിട്ട് അവിടെ മുടിഞ്ഞ കച്ചവടാ. ഇനി സ്റ്റോക്ക് തീർന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവൂലേ. ഈ ഇപ്പൊ വക്കീൽ ചെല്ലിയാണെന്നുണ്ടെങ്കിലേ ഇപ്പൊ കൊടുക്കുന്നതിനേക്കാളും വില കുറച്ച് വക്കീലിന് സാധനം കിട്ടും. ഈ സുലൈമാനും മോഹനന്റെ സാറിനെ കൊണ്ടൊരു ചെറിയ ആവശ്യം ഉണ്ടായിരിക്കുന്ന നേരമാ. വക്കീലിനെ കാണുന്ന പാടെ ദാ ഒരു കുക്കർ പൊതിഞ്ഞെടുത്ത് ദാ ഈ കൈ വെച്ച് തരും, ഉറപ്പാ. പിന്നെ കുക്കർ കൈ കിട്ടി കഴിയുമ്പോ നന്ദി സൂചകമായി ഈ സുലൈമാന്റെ കാര്യം മോഹനന്റെ സാറിന്റെ അടുത്തൊന്ന് റെക്കമെൻഡ് ചെയ്താ കൊള്ളായിരുന്നു. അതെ, ഞാൻ നിർബന്ധിക്കുന്നതല്ല, വക്കീലിനെ കൊണ്ട് ആവുന്നതാണെങ്കിൽ ചെയ്താൽ മതി. റെക്കമെൻഡേഷനും കൊണ്ട് ഞാൻ ചെന്നാൽ ആ പേരിൽ സുലൈമാന്റെ പോക്കൊരു നടക്കാതെ വരും. അതുകൊണ്ട് ശുപാർശയുടെ കഥ വിട്ടേക്ക്. അതൊക്കെ മനുഷ്യർക്ക് പറഞ്ഞിട്ടുള്ള കാര്യ. അകത്തിരിക്കുന്ന ഹരിശ്ചന്ദ്രന് അതൊന്നും ഇഷ്ടപ്പെടില്ല. അപ്പൊ ശരി വക്കീലേ, ഞാൻ ഇറങ്ങട്ടെ. രാവിലെ ഐശ്വര്യമായിട്ട് ആദ്യത്തെ കാര്യത്തിന് ഇറങ്ങിയത് വടികുത്തി പിരിഞ്ഞു. ഇനിയിപ്പൊ അടുത്തേരെ നോക്കണം. ശരിയെന്നാ. മോഹനേട്ടാ, മോഹനേട്ടാ, നമ്മുടെ കുക്കർ കംപ്ലൈന്റ് ആയിട്ട് മാസം 1.5 കഴിഞ്ഞു. അന്ന് മുതൽ ഞാൻ മോഹനേട്ടോട് പറയാ പുതിയൊരെണ്ണം വാങ്ങണമെന്ന്. അപ്പോഴൊന്നും മോഹനേട്ടർ കേട്ടില്ല. ഒരു സാധനം കേടാകുമ്പോൾ ഉടനെ പുതിയത് വാങ്ങാന്ന് വെച്ചാല് കേടായ കുക്കർ നന്നാക്കി എടുത്തൂടെ? കഴിഞ്ഞ 2 കൊല്ലത്തിനിടയിൽ 6 പ്രാവശ്യം നന്നാക്കിയ ഒരു വസ്തുവിനെ കുറിച്ചാണ് മോഹനേട്ടർ ഇപ്പൊ ഈ പറയുന്നത്. ഇനി അതുമായിട്ട് കടയിലേക്ക് വരണ്ടാന്ന് കഴിഞ്ഞ തവണ ദിനേശൻ തീർത്തും പറഞ്ഞതാണ്. ഇനിയും ദിനേശന്റെ കടയിൽ പോയി നാണം കട എന്നെ കൊണ്ട് വയ്യ. എങ്കിൽ ഞാൻ കൊണ്ട് നന്നാക്കാം. എനിക്ക് അതൊരു നാണക്കേടായിട്ട് തോന്നുന്നില്ല. തോന്നില്ലല്ലോ. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ പിശുക്കിന് അങ്ങനെ ഒന്നും തോന്നില്ല. പക്ഷേ നാട്ടിലെ കൂലിപ്പണിക്കാര് പോലും അതുപോലൊരു കുക്കർ നന്നാക്കാനായി കടയിലേക്ക് ചെല്ലില്ല. മോഹനേട്ടാ, ഉത്തമം പറഞ്ഞത് കേട്ടില്ലേ? സുലൈമാന്റെ കടയില് പുതിയ മോഡൽ കുക്കർ വന്നിട്ടുണ്ട്. നമുക്കൊരെണ്ണം വാങ്ങിയാലോ? വില തീരെ കുറവാണെന്നാ പറഞ്ഞേ. വില കുറവാണെങ്കിൽ അതിനർത്ഥം ആ സാധനം വളരെ മോശമാണെന്നാണ്. ശരി, അപ്പൊ നമുക്ക് വില കൂടിയ കുക്കർ വാങ്ങാം. എന്തിന്? ആമേ, നമുക്ക് ഇപ്പോഴുള്ള കുക്കർ ഒരു 4 വർഷം കൂടി ഉപയോഗിക്കാം. ആ കുക്കറോടുള്ള ആകെ ഉപയോഗം വല്ല പട്ടി എറിഞ്ഞോടിക്കാൻ കൊള്ളാമെന്നാണ്. അതിന് മാത്രമേ അത് കൊള്ളുള്ളൂ. മോഹനേട്ടാ, കുക്കർ ശരിക്കും പ്രവർത്തിച്ചില്ലെങ്കിൽ ഗ്യാസ് അത്രയും കൂടുതൽ ചെലവാകും. ആ നഷ്ടത്തെ പറ്റി ഓർക്കാത്തത് എന്താ? ഗ്യാസ് അധികം ചെലവാക്കാതെ ഭക്ഷണം ഉണ്ടാക്കാൻ നീ പഠിക്കണം. അതെങ്ങനെയാ? നിനക്കെല്ലാം ധൂർത്തല്ലേ? ഞാനായതുകൊണ്ട് ഇത്രയും ചെലവില് ഈ വീട് കഴിഞ്ഞു പോന്നു. വേറെ ആരെങ്കിലും ആയിരുന്നല്ലേ പണ്ടേ വില്ലേജ് ഓഫീസർ ഡൈവോഴ്സ് ചെയ്ത് അവരുടെ പാട്ടിന് പോയനെ. നീ എന്തിനാ പോകണ്ടെന്ന് വെക്കുന്നത്? നീ പോവുകയാണെങ്കിൽ എനിക്ക് ആ കുക്കർ ധാരാളം മതി. ഗ്യാസ് ഇപ്പൊ വാങ്ങുന്നതിന്റെ 3/1. മോഹനേട്ട, ഒരു കുക്കറിന് അതിന് മാത്രം വിലയൊന്നുമില്ല. പൈസ എന്റെ കയ്യിലുണ്ട്. അതല്ലല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം. നീ പറഞ്ഞത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്നെ ഡൈവോഴ്സ് ചെയ്തേനെ എന്ന്. അതായത് നീ എന്നെ ഡൈവോഴ്സ് ചെയ്യാതെ എനിക്ക് വേണ്ടി എന്തോ ഔദാര്യം ചെയ്തു വരികയാണ് എന്നാണ് അതിനർത്ഥം. ആദ്യം ആ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവട്ടെ, എന്നിട്ടാവാം കുക്കറിന്റെ കാര്യം. ഒരു കാര്യം പറഞ്ഞു വരുമ്പോ വിഷയം മാറ്റിക്കൊണ്ടുപോകാൻ എന്റെ വില്ലേജ് ഓഫീസറെക്കാളുടെ സാമർത്ഥ്യമുള്ള വേറൊരാളുണ്ടാവില്ല. പക്ഷെ ഈ കാര്യത്തിൽ എന്ത് വിഷയം മാറ്റിയിട്ടും കാര്യമില്ല മോഹനേട്ടാ. എനിക്ക് പുതിയ കുക്കർ കിട്ടിയേ പറ്റൂ. അങ്ങനെ ഒരു കുക്കർ വാങ്ങേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നാതെ നിന്റെ ഉദ്ദേശം നടക്കില്ല. സുലൈമാന്റെ കടയിൽ പുതിയ മോഡൽ കുക്കർ വന്നിട്ടുണ്ടെന്ന് ഉത്തമൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നിനക്ക് ഈ കുക്കർ ഭ്രാന്ത് തുടങ്ങിയത്. ഇങ്ങനെ പോയാൽ ഏതെങ്കിലും ഒരു ഷോറൂമിൽ ഒരു പുതിയ കാറ് വന്നിട്ടുണ്ടെന്ന് കേട്ടാലുടൻ നീ പുതിയ കാറ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും പറയാത്ത യുക്തിയാണ് ഇപ്പൊ ഈ പറയുന്നത്. എന്നെ ഈ യുക്തി പറഞ്ഞ് തോപ്പിക്കാന്നാണോ മോഹനേട്ട കരുതി? ദേ,
ഇപ്പോഴുള്ള കുക്കർ ഉപയോഗിച്ച് ചോറ് വെക്കാൻ എന്നോട് പറയരുത്, ഞാൻ ചെയ്യില്ല. ഉച്ചയ്ക്ക് ഊണ് തന്നെ കഴിച്ചില്ലെങ്കിൽ കേരളീയ പാരമ്പര്യം ഒന്നിച്ച് കത്തിപ്പോകുന്ന സ്ഥിരം പറയാറുണ്ടല്ലോ. ചോറ് വെക്കണമെങ്കിൽ കുക്കർ വേണം. കേരളീയ പാരമ്പര്യത്തിൽ ചോറ് വെക്കുന്നത് കുക്കറിലല്ലോ. കുക്കർ എന്ന വസ്തു കണ്ടുപിടിച്ചിട്ട് വളരെ കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ. അതിനു മുമ്പും മലയാളികൾ 3 നേരവും ചോറാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഒരു 100 വർഷം മുന്നേ കേരളത്തിലെ പെണ്ണുങ്ങള് മേൽവസ്ത്രമില്ലാതെയാണ് നടന്നത്. ഞാനും നടക്കട്ടെ? എന്താ കണ്ണുരുട്ടുന്നത്? മോഹനേട്ടാ, നമ്മൾ ജീവിക്കുന്നത് 2013-ലാണ്. ഇക്കാലത്തെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഹലോ, ആ കൊടുക്ക. ഹലോ, ആ വിദ്യാലക്ഷ്മി, എന്താ രാവിലെ? ഇന്നോ? ആ, അത് ശരിയാ. ഞാനും മോഹനേട്ടനും കൂടി അതേ വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മോഹനേട്ടൻ സമ്മതിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ പുതിയ കുക്കർ വാങ്ങുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്ന് പറ്റില്ല. സെഷൻസിൽ ഇന്ന് എനിക്ക് കേസുണ്ട്. എപ്പോഴാ തീരാവുന്ന ആർക്കറിയാം. നാളെ എന്തായാലും ഞാൻ കുക്കർ വാങ്ങും. ശരി, നീ കുക്കർ വാങ്ങും? വാങ്ങും. എന്റെ അനുവാദമില്ലാതെ? അനുവാദം ചോദിച്ചപ്പോ അപ്പൊ മോഹനേട്ടൻ എന്റെ നേരെ കൊഞ്ഞനം കുത്തി. അപ്പോ അനുവാദമില്ലാതെ വാങ്ങാം. എനിക്ക് എന്തായാലും കുക്കർ കിട്ടിയേ പറ്റൂ. അടുക്കളയിലെ കഷ്ടപ്പാടുകളെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവാത്ത മോഹനേട്ടനോട് ഇങ്ങനെയുള്ള ന്യായം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലല്ലോ. ഞാൻ നാളെ ഉച്ചയ്ക്ക് മുന്നേ പുതിയ കുക്കർ വാങ്ങിയിരിക്കും. ഇല്ലെങ്കിൽ എന്റെ പേര് സത്യഭാമ എന്നല്ല. ആഹാ, നീ ഒരാള് പെട്ടെന്ന് വിചാരിച്ചാൽ മാറ്റാൻ പറ്റാവുന്നതല്ല പേര്. പേര് മാറ്റണമെങ്കിൽ പത്രത്തിൽ പരസ്യം ചെയ്യണം. ഭയങ്കര ചെലവാണ്. അത് മാത്രമല്ല, ഈ സത്യഭാമ എന്ന പേര് കിടന്നോട്ടെ. രാവിലെ മുതൽ വൈകുന്നേരം വരെ കോടതിയിൽ പോയി ഘോരം കള്ളം പറയുന്നതല്ലേ. സത്യവുമായിട്ട് പേരിനെങ്കിലും ഒരു ബന്ധം ഉണ്ടായിക്കോട്ടെ. മോഹനേട്ടാ, ഒരുപാട് തമാശ അങ്ങ് പറയല്ലേ. മോഹനേട്ടൻ ഈ പൊളിച്ച തമാശ കേട്ട് ഞാനങ്ങ് കുക്കർ വേണ്ടെന്ന് വെച്ചുകൊള്ളുന്നു. മോഹനേട്ടൻ ഒരു ധാരണയുണ്ട്, അത് വെറുതെയാണ്. നാളെ ഞാൻ കുക്കർ വാങ്ങിയില്ലെങ്കിൽ എന്നെ ഇങ്ങനെ 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 വിളിച്ചു. എന്തീ കാണിക്കുന്നേ? ഒന്ന് റിഹേഴ്സൽ നോക്കിയതാ. നാളെ നിന്നെ ഇങ്ങനെ 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 വിളിക്കണ്ടേ? മോഹനേട്ടാ, ഒരു വക്കീൽ എന്ന നിലയിൽ തോറ്റുപോകാൻ സാധ്യതയുള്ള കേസുകൾ ഞാൻ ഏക്കാറില്ല. അതുപോലെ തന്നെ തോറ്റുപോകാൻ സാധ്യതയുള്ള പന്തയവും ഞാൻ വയ്ക്കാറില്ല. ഈ പന്തയത്തിൽ ഞാൻ തോറ്റാൽ എന്നെ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചോളാൻ ഞാൻ പറഞ്ഞു. മോഹനേട്ടൻ തോറ്റാലോ? ഞാൻ തോക്കില്ലല്ലോ. മോഹനേട്ടനെ തോൽപ്പിക്കാൻ ഒരുപാട് പേർ പലവട്ടം ശ്രമിച്ചതാ. നടക്കില്ല ഭാമേ. ഇനിയിപ്പോ എനിക്ക് വാശിയാണ്. സുലൈമാന്റെ കടയിൽ പുതിയ കുക്കർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ നാട്ടിലുള്ള സകല സ്ത്രീകളും പഴയത് വാങ്ങി പുതിയ കുക്കർ വാങ്ങുമ്പോ ഞാൻ മാത്രം അത് ചെയ്യരുതെന്ന് പറയുന്നതിൽ ഒരു ന്യായവുമില്ല. ഞാൻ ആ കുക്കർ വാങ്ങുന്നതിന്റെ പേരിൽ നമ്മൾ തമ്മിൽ എന്ത് പ്രശ്നമുണ്ടായാലും കേൾക്കുന്നവരൊക്കെ എന്റെ ഭാഗത്ത് നിൽക്കുള്ളൂ. വിദ്യാലക്ഷ്മി കുറച്ചു മുന്നേ വിളിച്ചത് അവളും സുലൈമാന്റെ കടയിൽ പോവാണെന്ന് പറയാനാണ്. പിന്നെ അവളുടെ വീടും ഈ വീടും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ആരോ പറഞ്ഞറിഞ്ഞ് അവളുടെ ഭർത്താവാണ് അവളോട് പോയി കുക്കർ വാങ്ങാൻ പറഞ്ഞത്. കാരണം എന്താണ്? അയാൾക്ക് വിവരമുണ്ട്. കുട്ടികൾക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകനാണ് അയാള്. ഇവിടെ ഉള്ളതോ നാട്ടുകാരെ മുഴുവൻ മര്യാദ പഠിപ്പിക്കാൻ നടക്കുന്ന ഒരു കൊമ്പത്തെ വില്ലേജ് ഓഫീസറും. ആ വ്യത്യാസം എന്തായാലും ഉണ്ടല്ലോ. മോഹനേട്ടൻ എന്തേ കാണിക്കണേ? ഞാൻ പറഞ്ഞല്ലോ, റിഹേഴ്സൽ. ഈ റിഹേഴ്സൽ കൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് മാത്രം. കാണാം. മോഹനേട്ടാ, ഹലോ, അതെ വില്ലേജ് ഓഫീസറുടെ വീടാണ്? ഇല്ലല്ലോ. മോഹനേട്ടൻ ഓഫീസിൽ നിന്ന് വരാൻ 5:30 ഓഫീസിൽ നിന്ന് ഇറങ്ങിയോ? അപ്പം വേറെ എന്തെങ്കിലും അത്യാവശ്യം കാണുമായിരിക്കും. ഒരു 6 മണിയാകുമ്പോൾ വിളിച്ചാൽ മതി. ഇല്ല, മൊബൈൽ ഇല്ല. ശരി.
ഒടുക്കത്തെ പിശു കാരണം മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല. ബാക്കിയുള്ളവരെ ശല്യപ്പെടുത്താനായിട്ട് ഓരോരോ ശീലങ്ങള്. വക്കീലേ വക്കീലേ ആ വക്കീലൊരു സംഭവം അറിഞ്ഞോ? ഇല്ല, എന്താ? സുലൈമാന്റെ കടയിൽ നിന്ന് വാങ്ങിച്ച പുതിയ കുക്കർ പൊട്ടിത്തെറിച്ച് പഞ്ചായത്ത് സെക്രട്ടറി ചന്ദ്രൻകുട്ടി സാറിന്റെ ഭാര്യ രമണി ചേച്ചി ആശുപത്രി കൊണ്ടുപോയിരിക്കാണ്. പുതിയ കുക്കറിന് അങ്ങനെ പറ്റുമോ? ആ സാധനത്തിന് എന്തോ കുഴപ്പമുണ്ടെന്നാണ് പറയുന്ന വക്കീലെ. ഒരെണ്ണം പൊട്ടിത്തെറിച്ച വാർത്ത വന്നപ്പോഴല്ലേ ബാക്കിയുള്ള എല്ലാവർക്കും സംശയം തോന്നിയത്. വാങ്ങിക്കൊണ്ടുപോയ മിക്ക കുക്കറിന് കംപ്ലൈന്റ് ഉണ്ട്. ആളുകൾ സംഘടിച്ച് സുലൈമാന്റെ കടയുടെ ഫ്രണ്ടിൽ കൂടിയിട്ടുണ്ട്. ഭയങ്കര ബഹളവും ചീത്ത വിളിയാണ് അവിടെ. പോലീസ് വരെ എത്തിയിട്ടുണ്ട്. ഈ സംഭവം നാട്ടിലെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. പിന്നെ അല്ലാതെ മോഹനേട്ടൻ അറിഞ്ഞു കാണൂ? ഇതെന്ത് ചോദ്യമാണ് വക്കീലെ? നാട്ടിൽ ഇത്രയും വലിയൊരു പുകലുണ്ടായിട്ട് അത് വില്ലേജ് ഓഫീസർ മോഹനേടി സാർ അറിയാതിരിക്കൂ? അറിഞ്ഞു കാണും. സുലൈമാന്റെ കടയില് പുതിയ മോഡൽ കുക്കർ വന്നിട്ടുണ്ട്. നമുക്കൊരെണ്ണം വാങ്ങിയാലോ? വില തീരെ കുറവാണെന്നാ പറഞ്ഞേ. വില കുറവാണെങ്കിൽ അതിനർത്ഥം ആ സാധനം വളരെ മോശമാണെന്നാണ്. വക്കീലെ വക്കീലെ എന്തോ വക്കീലെ? എനിക്ക് അത്യാവശ്യമായിട്ട് നേപ്പാളിലേക്ക് ഒരു വിമാന ടിക്കറ്റ് കിട്ടുമോ? നേപ്പാളിലോട്ടാ? ഇനി ഇവിടെ നിന്നാല് എന്റെ കാര്യത്തിലൊരു തീരുമാനമാവും. അല്ല, എനിക്ക് മനസ്സിലായില്ല വക്കീലെ. ഇതൊരു പ്രത്യേകതര കേസാണ് ഉത്തമ. അത്ര പെട്ടെന്നൊന്നും ഉത്തമന് മനസ്സിലാവില്ല. ഉത്തമ പൊക്കോ. അല്ല, ഈ നേപ്പാളിൽ എന്ത് കേസാണ്? ഉത്തമ പ്ലീസ്. ചേടാ, എന്നാൾ നേപ്പാളിലൊക്കെ വക്കീല് പോവാൻ. ഈശ്വര, ഇന്ന് വില്ലേജ് ഓഫീസർ എന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കും. അയ്യോ, ഈശ്വര, ഇന്നെന്റെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനമാവും. സുലൈമാന്റെ കടയിലെ പ്രശ്നം പറഞ്ഞ് വില്ലേജ് ഓഫീസറിനെ ഭിത്തിയിലൊട്ടിക്കും. എന്നാലും ഇതുപോലൊരു ചതി പറ്റിയല്ലോ. എനിക്ക് എന്തായാലും കുക്കർ കിട്ടിയേ പറ്റൂ. അടുക്കളയിലെ കഷ്ടപ്പാടുകളെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവാത്ത മോഹനേട്ടനോട് ഇങ്ങനെയുള്ള ന്യായം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലല്ലോ. ഞാൻ നാളെ ഉച്ചയ്ക്ക് മുന്നേ പുതിയ കുക്കർ വാങ്ങിയിരിക്കും. ഇല്ലെങ്കിൽ എന്റെ പേര് സത്യഭാമ എന്നല്ല. കുഴപ്പമില്ല, നാളെ കുക്കർ വാങ്ങുന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. സുലൈമാന്റെ കടയിൽ നിന്ന് വാങ്ങുന്നൊന്നും പന്തയം വെച്ചിട്ടില്ലല്ലോ. ഈശ്വര, വന്നല്ലോ കടുവ. എല്ലാം അറിഞ്ഞിട്ടുള്ള വരവായിരിക്കും. എന്ത് ചെയ്യും? ചായ എടുക്കാതെ. മോഹനേട്ടാ, ചായ. മോഹനേട്ടാ, മോഹനേട്ടൻ എന്താ ഒന്നും പറയാത്തത്? എന്തു പറയാൻ? അല്ല, മോഹനേട്ടൻ എന്നോടെന്തോ പറയാനുണ്ടല്ലോ, ഇല്ലേ? ഒന്നും പറയാനല്ല. മോഹനേട്ടൻ വില്ലേജ് ഓഫീസ് നടന്നാ വന്നത്? സാധാരണ അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പൊ സുലൈമാന്റെ കടയുടെ മുന്നിലൂടെ ആയിരിക്കില്ലേ വന്നത്? ആണല്ലോ. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആൾക്കാർ കുറെ കൂടിയിട്ടുണ്ട്, പോലീസും ഉണ്ട്. അതെന്തിനാന്ന് മോഹനേട്ടൻ അന്വേഷിച്ചില്ല? സുലൈമാൻ പുതുതായി വിറ്റ കുക്കറിൽ എന്തോ കംപ്ലൈന്റ് ഉണ്ടെന്ന് ആൾക്കാര് കടയിലേക്ക് കല്ലെറിയുന്നുണ്ട്. ആ വിദ്യാലക്ഷ്മിയുടെ ഭർത്താവ് സ്കൂൾ മാഷും ഉണ്ടായിരുന്നു കല്ലെറിയുന്നവരുടെ കൂട്ടത്തിൽ. അയാള് സുലൈമാനെ എന്ത് ചീത്തയായി വിളിക്കുന്നത്? ആരായാലും ചീത്ത വിളിച്ച് പോവല്ലോ. പഴയ കുക്കറിന് പകരം പുതിയ കുക്കർ വാങ്ങി വീട്ടിലെത്തുമ്പോ അത് കംപ്ലൈന്റ് ആണെന്നറിഞ്ഞാൽ ആരായാലും ദേഷ്യപ്പെട്ടു പോവല്ലോ. പറഞ്ഞു വരുമ്പോ ഇതൊന്നും സുലൈമാന്റെ കുറ്റമല്ല. വില കുറച്ചൊരു സാധനം കിട്ടുമെന്ന് അറിയുമ്പോ അതിന്റെ പിന്നാലെ പരക്കം പായുന്ന മലയാളിയുടെ വിവരക്കേടാണ് എല്ലാറ്റിനും കാരണം. ഒരു സാധനം വാങ്ങുമ്പോ ഗുണനിലവാരമുള്ളത് നോക്കി വാങ്ങാൻ പഠിക്കണം.
അല്ലാതെ വിലക്കുറവെന്ന് കേട്ടാൽ എലിവിഷവും വാങ്ങുന്ന സ്വഭാവമുള്ളവർക്ക് ഇങ്ങനെയൊക്കെ പറ്റും. പക്ഷെ ഞാൻ രാവിലെ കുക്കറിന്റെ കാര്യത്തിൽ വാശി പിടിച്ചത് വില കുറവിന്റെ കാര്യം കേട്ടിട്ടല്ല. ശരിക്കും ഇവിടെ ഒരു കുക്കറിന്റെ ആവശ്യമുള്ളത് കൊണ്ട് മോഹനേട്ടാ. ശരിക്കും അങ്ങനെ ഒരു ആവശ്യമില്ലെങ്കിൽ നീ അത്രയും വാശി പിടിക്കില്ല എന്ന് എനിക്കറിയാലോ. അതുകൊണ്ടല്ലേ ഞാൻ ഇത് വാങ്ങിക്കൊണ്ട് വന്നത്. ഇതെന്താ? പ്രഷർ കുക്കർ. ഇതെവിടുന്നാ വാങ്ങിയത്? സുലൈമാന്റെ കടന്ന്? അല്ല, വിലക്കുറവെന്ന് കേട്ടാൽ അതിന്റെ പിന്നാലെ പോകുന്ന ഒരു ശരാശരി മലയാളി അല്ലല്ലോ ഞാൻ. ഇത് നല്ല ഒന്നാം തരം കുക്കർ, അതിന് വിലയും കൂടുതലാ. എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ലേ. എന്തിനാ വിശ്വസിക്കാതിരിക്കുന്നത്? നല്ല പുത്തൻ കുക്കർ. നല്ല മോഹനേട്ടൻ. അതൊക്കെ ശരിയാ, പക്ഷേ വേറെ രണ്ട് പ്രശ്നം ഉണ്ടല്ലോ ഭാമേ. എന്താ? വേറെന്താ പ്രശ്നം? ഈ നാളെ നീ കുക്കർ വാങ്ങാൻ പോകുന്നുണ്ടോ? ഞാനോ? എന്തിനാ മോഹനേട്ടാ? ഒരു വീട്ടില് ഒരു കുക്കർ മതിയല്ലോ. മതി. പക്ഷേ നാളെ നീ പുതിയ കുക്കർ വാങ്ങിയില്ലെങ്കിൽ ഞാൻ നിന്നെ ഇങ്ങനെ ഇങ്ങനെ വിളിക്കേണ്ടി വരില്ലേ? അത് മാത്രമല്ല, നീ പേര് മാറ്റേണ്ടി വരില്ലേ? എന്താ നീ കണ്ടുവച്ചേക്കുന്ന പേര്? അപ്പോ പന്തയം ജയിക്കാനായിട്ടാണ് കുക്കർ ഇന്നേ വാങ്ങിയിട്ട് പോകുന്നത്, അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല. കുക്കർ വാങ്ങിയത് പന്തം ജയിക്കാനല്ല. ഞാൻ ഈ നല്ല കുക്കർ വാങ്ങിയില്ലെങ്കിൽ നീ സുലൈമാന്റെ കടയിൽ പോയി വില കുറഞ്ഞ കുക്കർ വാങ്ങുമെന്ന് പേടിച്ചിട്ടാ. പക്ഷേ ഞാൻ വരുമ്പോഴേക്കും സുലൈമാന്റെ കുക്കറിന്റെ കഥ വെളിയിൽ അറിയുകയും ചെയ്തു. ആ, അതൊക്കെ പോട്ടെ. നാളെ മുതല് നിന്നെന്താ വിളിക്കേണ്ടത്? ഇങ്ങടുത്ത് വച്ചേപ്പി പറയാം. ഇങ്ങനെ വിളിച്ചാ മതി. ഇങ്ങനെ വിളിക്കാം, പക്ഷേ മറ്റുള്ളവർ കേൾക്കാൻ വിളിക്കാൻ പറ്റില്ലല്ലോ. കേൾക്കുന്നവരെന്ത് കരുതും? എന്ത് കരുതാ? അങ്ങനെ വിളിച്ചാ മതി ഇനി മുതല്. വിളിക്ക്. ഉറക്കെ വിളിക്ക്. ഉറക്കെ വിളിച്ചാ നാട് മുഴുവൻ അറിയില്ലേ? അവരാണ് നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അയ്യോ, എന്നാ പിന്നെ പതുക്കെ വിളിച്ചാ മതി.